ഞാൻ സൗഖ്യചാറിന് അടുത്ത വീഡിയോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ലാവണ്ടർ ഷെയ്ഡാട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ പോർഷൻ കൊടുത്തിട്ടുള്ള മോഡാണ്. താഴത്തെ ബോർഡർ ആയത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല രസമായിട്ടുള്ളൊരു ഐറ്റം ആട്ടോ. ഇത് ദുപ്പട്ടയിൽ കാണിച്ചു തരാം. അത് ആ സെയിം തന്നെ വർക്ക് നമുക്ക് ദുപ്പട്ടയിലും പോയിട്ടുണ്ട്. ഭയങ്കര ഫിനിഷിംഗ് ഉള്ള വർക്കാട്ടോ. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ്. കളേഴ്സും നല്ല അങ്ങനെ ഭയങ്കര ബ്രൈറ്റർ ഷെയ്ഡ്സ് അല്ല, പക്ഷെ നല്ല കളർ വെച്ചിട്ട് എല്ലാം നല്ല കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ലാവൻഡറും ഒരു പിങ്കിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ആ ഒരു ഡിസൈനിൽ വന്നേക്കുന്നത്. ദുപ്പട്ടയിൽ ആ ഒരു വൺ സൈഡിൽ മാത്രമേ ഉള്ളെങ്കിലും അതിൻ്റെ ഭംഗിയൊന്നും വേറെ തന്നെയാട്ടോ. അതുപോലെ നല്ല കട്ട് വർക്ക് പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. കട്ട് വർക്കിന് ചെറുതായിട്ടൊരു മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. വേറെ ഹോൾസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കട്ട് വർക്ക് പാറ്റേൺ ചെയ്തെടുത്തേക്കുന്നേ ഉള്ളൂ. അകത്തോട്ടും ആ ഒരു കോമ്പിനേഷനിൽ വർക്കുണ്ട്. ഓർഗൻസയുടെ തന്നെ കൂടിയ ഫാബ്രിക്കാണ് നമുക്ക് ദുപ്പട്ടയ്ക്ക് യൂസ് ചെയ്തേക്കുന്നത്. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന കേട്ടോ, പറഞ്ഞൊന്നും നിൽക്കത്തില്ല. ടോപ്പും നല്ല ഫാബ്രിക്കാട്ടോ. അത് സെമി സിൽക്കാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. പിന്നെ നമ്പർ W226, റേറ്റ് 1150 രൂപ മാത്രമേ ഉള്ളൂ. 1150. അടുത്ത വരുന്നത് ഗ്രീൻ ആണ്. ഗ്രീനിന്റെ കൂടെ ഈ പിങ്ക് നല്ല രസമുണ്ട് കേട്ടോ. ഇതിനകത്ത് കറക്റ്റ് പിങ്ക് അല്ല, കുറച്ചുകൂടി ഒരു ഓണിയൻ പിങ്കിന്റെ ചെറിയൊരു ടോണിലാണ് ചെയ്തേക്കുന്നത് ഈ കോമ്പിനേഷന്. ഗ്രീനിന്റെ കൂടെ ആകുമ്പോഴത്തേന് ഭയങ്കര നല്ല രസമാട്ടോ. ഭയങ്കര എടുത്ത് നിൽക്കത്തില്ല എന്ന നല്ല കളർ കോമ്പിനേഷനും ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതാണ് ഇതിന്റെ ഭംഗി വരുന്നത്. ഇത് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കും. അത് അകത്തോട്ടും മൊത്തത്തിലുണ്ട് കേട്ടോ. അതായത് ഫ്രണ്ട് പോർഷൻ വരുമ്പോഴത്തേനും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ. താഴത്തെ ബോർഡർ ആയിട്ടാണ് ചെയ്യേണ്ടത്. ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ആ ഒരു സെയിം വർക്ക് തന്നെ ദുപ്പട്ടയിലും പോയിട്ടുണ്ട്. മൊത്തത്തിൽ തയ്ച്ചിടുമ്പോഴത്തേനും നല്ല ഗ്രാൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കേട്ടോ. ഇതിൻ്റെ നമ്പർ W229, റേറ്റ് വരുന്നത് 1150. അടുത്ത കളർ നല്ലൊരു ഡാർക്ക് പിങ്കിന്റെ ഷെയ്ഡാട്ടോ. നമ്മുടെ കറക്റ്റ് ഒനിയൻ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ്. കോമ്പിനേഷനിൽ പീച്ച് കൊണ്ട് പിന്നെ ചെറിയൊരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട്. ദുപ്പട്ട ഇതുപോലെ ഒരു കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ബോട്ടം സെയിം ആ ഒരു ഒനിയൻ പിങ്ക് പോലത്തെ ഷെയ്ഡ് തന്നെയാണ്. സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ ആണത്. പിന്നെ നമ്പർ W228, റേറ്റ് 1150. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലൂ അല്ല കേട്ടോ, ഗ്രീനിഷ് ബ്ലൂ കളറാണ്. അതിൻ്റെ കൂടെ ഒനിയൻ പിങ്കിന്റെ കോമ്പിനേഷനാണ് ഇതിലും കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കോമ്പിനേഷൻ. പ്രത്യേകിച്ച് ആ ഒനിയൻ പിങ്ക് ആ ഒരു മാച്ചിങ്ങിൽ വരുമ്പോഴത്തേനുമാണ് ആ കളേഴ്സിനൊക്കെ ഒരു പ്രത്യേക ഭംഗി കിട്ടുന്നത്. ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല രസമില്ലേ കാണാൻ. നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെ 1600 റേഞ്ചിലൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കുറവാട്ടോ ഇതിന്. നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഇട്ടുണ്ട് പോകാൻ നല്ല റേറ്റ്. ഇത് ഡെയിലി യൂസിന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, കാരണം വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ലാത്ത ഫാബ്രിക്കാണ്. നല്ല മെറ്റീരിയലും കേട്ടോ. ഇതിന് ലെങ്ത് ഒക്കെ ഉണ്ട്, നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ നമ്പർ W227, റേറ്റ് 1150.